എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഡെയർ ഡെവിൾ എന്ന സീരീസാണ്. ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സീരീസാണ്. 2015 ഇറങ്ങിയ ഈ സീരീസ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് MCUവിൻ്റെ ഭാഗമാണ്. ഇത് ഡെയർ ഡെവിൾ എന്ന പേരുള്ള കോമിക് ബുക്ക് കഥാപാത്രത്തിൻ്റെ കഥ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. അതിൽ നിന്നാണ് മോസ്റ്റ്ലി കഥ റിവോൾവ് ചെയ്യുന്നതും ഡെയർ ഡെവിളിൻ്റെ സ്റ്റോറി ബേസ്ഡ് ആണ്. ഇതിനകത്ത് ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഷോ റണ്ണർ, ഈ ഷോ ഓവർസീ ചെയ്യുന്നത്. കാരണം ഹോളിവുഡിലൊക്കെ ഉള്ള സീരീസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഷോ റണ്ണറും പല ഡയറക്ടേഴ്സും കാണും. ആ ഡയറക്ടേഴ്സ് ഓരോ എപ്പിസോഡ് അവരവരുടെ പേഴ്സ്പെക്റ്റീവിൽ, അവരവരുടെ ആർട്ട് ഫോമിൽ, അവരുടെ ഐഡിയയിലുമാണ് കൺസീവ് ചെയ്യുന്നത്. പക്ഷേ ഷോ റണ്ണർ ആയിരിക്കും ഓവറോൾ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെന്നും അതിൻ്റെ മെയിൻ സ്റ്റോറി നല്ലോണം കൺവേ ചെയ്യുന്നെന്നും ഉറപ്പാക്കുന്നത്. അപ്പം ഷോ റണ്ണർ സ്റ്റീവൻ എസ് ഡിനൈറ്റ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം മറ്റ് ഒത്തിരി നല്ല ഷോസും സിനിമകളും ഒക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഇതിനകത്ത് പിന്നെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഓരോ എപ്പിസോഡിനും ഓരോ ടൈപ്പിലെ ആൾക്കാരും ഓരോ സ്കില്ലുള്ള ആൾക്കാരുമാണ് വരുന്നത്. പ്രധാനമായിട്ട് സ്റ്റാർ ചെയ്യുന്നത് ഒന്ന് മെൻഷൻ ചെയ്യണം, കാരണം ഇതിനകത്ത് ഒരു നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് നല്ല ആക്ടിംഗ് ആണ്. ഇപ്പോൾ ഡെയർ ഡെവിൾ എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് ചാർലി കോക്സ് ആണ്. അദ്ദേഹം മാറ്റ് മർഡോക്ക് എന്ന പേരുള്ള ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം ഒരു സൂപ്പർ ഹീറോ ആകുന്നതും ആ സൂപ്പർ ഹീറോയുടെ പേരാണ് ഡെയർ ഡെവിൾ. അദ്ദേഹത്തിൻ്റെ കൂടെ സുഹൃത്തുക്കളായിട്ട് വരുന്നതാണ് ഡെബോറ ആൻഡ് വോൾ, എൽഡൻ ഹെൻസൺ എന്ന് പറഞ്ഞ ആക്ടേഴ്സ്. അവരവരുടേതായ കഥാപാത്രങ്ങൾ, കാരൻ എന്നും പിന്നെ ഫോഗി എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. പിന്നെ പ്രധാന വേഷത്തിലെത്തുന്നത് വിൻസെന്റ് ഡിയോനോഫ്രിയോ എന്ന് പറയുന്ന ആക്ടറാണ്. ഇദ്ദേഹം നല്ല ഹോളിവുഡ് സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഫുൾ മെറ്റൽ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു കൾട്ട് ക്ലാസിക് സിനിമയുണ്ട്. അതിനകത്തെ ഒരു മേജർ ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. അതിനകത്ത് അപ്പോഴേക്കും ഒരു ബ്രേക്ക് ത്രൂ കിട്ടി സിനിമയിൽ പ്രശസ്തനാകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നല്ലൊരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഈ സീരീസ്. കാരണം അതുപോലെ നല്ലൊരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. മെയിൻ ക്യാരക്ടറായ ഡെയർ ഡെവിളിൻ്റെ അത്രയും സിഗ്നിഫിക്കൻസ് ഉള്ള കിങ് പിൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഈക്വലി സിഗ്നിഫിക്കൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഡെയർ ഡെവിൾ എന്ന് പറയുന്ന സൂപ്പർ ഹീറോയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അന്ധനായ ഒരു സൂപ്പർ ഹീറോ. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ണ് കാണാത്ത ഒരു സൂപ്പർ ഹീറോ എങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിന് ബാക്കിയുള്ള സെൻസസ് ഹൈറ്റൻഡ് ആയതുകൊണ്ട് കണ്ണ് കാണത്തില്ലെങ്കിലും ബാക്കി എല്ലാം ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് കണ്ണ് കാണുന്നതിന് തുല്യമോ അതിനപ്പുറത്തേക്കോ ഉള്ളൊരു സെൻസറി കപ്പാസിറ്റി ഉള്ള ഒരു സൂപ്പർ ഹീറോ ആണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെ ആ സൂപ്പർ ഹീറോ ആകുന്നു എന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ അതിനെപ്പറ്റി പിന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. എനിക്കധികം സ്പോയിൽ ചെയ്യാൻ താല്പര്യമില്ല. നല്ല സീരീസാണ്, അതുകൊണ്ടാണ് സ്പോയിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തത്. ഇതിനകത്ത് ഡെയർ ഡെവിൾ നമ്മൾ കോമിക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പ്രോപ്പർ ഒരു ചുമന്ന ടൈറ്റ്സ് ഒക്കെ ഇട്ട സ്പാൻഡെക്സ് ഇട്ട ഒരു കൺവെൻഷണൽ സൂപ്പർ ഹീറോ, പക്ഷേ ഒരു മോഡേൺ ഓഡിയൻസ് എന്ന രീതിയിലാണ് കോമിക്സ് കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് അതിലും നല്ലോണം കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ബാറ്റ്മാൻ ബിഗിൻസ്, ഡാർക്ക് നൈറ്റ്, അങ്ങനെയുള്ള ഗ്രൗണ്ടഡ് സൂപ്പർ ഹീറോ മൂവീസ് ഇതിന് മുൻപ് വന്നിട്ടുള്ളതുമായിട്ട് നല്ലോണം ഇൻസ്പയർഡ് ആണ് ഈ സിനിമ. 10 വർഷം പഴയ സീരീസ് ആണെങ്കിൽ ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് പുതിയതുപോലെ തന്നെ തോന്നും. നല്ല നിലവാരത്തിലാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആക്ഷൻ സീക്വൻസസ്, പെർട്ടിക്കുലർലി ഒരു കോറിഡോറിലുള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ട്. അത് ശരിക്കും അടിപൊളിയായിട്ടാണ് എടുത്തേക്കുന്നത്. അത് ഒറ്റ ഷോട്ടായിട്ട് എടുത്ത പോലെ തോന്നും. ഒബ്വിയസ്ലി ഒറ്റ ഷോട്ടല്ല, ഇടയ്ക്ക് കട്ട്സ് ഉണ്ട്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒറ്റ ഷോട്ടായിട്ട് തന്നെ തോന്നും. നല്ലോണം അവർ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ സീരീസിനെ വളരെ നല്ലൊരു സീരീസാക്കാൻ. പക്ഷേ ആക്ഷനേക്കാട്ടിലുപരി ഇതിൻ്റെ ഒരു ജനറൽ ഡയറക്ഷൻ, ഓവറോളായിട്ട് ഇത് സീരിയസ് ആയിട്ടാണ് ഈ സീരീസ് ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും. ഇപ്പം നമ്മൾ ഒരു കമ്പാരിസണായിട്ട് പറയുകയാണെങ്കിൽ DC-യുടെ ഫ്ലാഷോ അല്ലെങ്കിൽ ലെജൻഡ്സ് ഓഫ് ടുമോറോ, സൂപ്പർ ഗേളോ അങ്ങനെയുള്ള കുറേ TV സീരീസ് ഉണ്ടായിരുന്നു. CW ഷോസ് എന്നാണ് പറയുന്നത്. അവറ്റകൾ വെച്ച് നോക്കുമ്പം ഇത് വളരെയധികം തോട്ട്ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന മെനക്കെട്ടിട്ടുള്ള സീരീസ് ആയിട്ട് നമുക്ക് തോന്നും. അത് ജസ്റ്റ് പറയുന്നില്ല. അതിനകത്ത് ചിലപ്പോൾ ആരോ എന്ന് പറയുന്ന സീരീസ് ആയിരിക്കും ഇതുമായിട്ട് കുറച്ചുകൂടെ കമ്പയർ ചെയ്യാൻ പറ്റുക. എനിവേ ഇത് വളരെ വെൽ മെയ്ഡ് ഷോ വിത്ത് എ ലോട്ട് ഓഫ് ആക്ഷൻ, വെരി ഗുഡ് സ്റ്റോറി ലൈൻ. പ്രഡിക്റ്റബിൾ ആണ്, അൺപ്രഡിക്റ്റബിളായിട്ട് അങ്ങനെ ഇതിനകത്ത് അധികമൊന്നുമില്ല. പക്ഷേ നല്ല ആക്ടിങ്ങും പിന്നെ
കിഡിലനൊരു വില്ലൻ. അത് വിൻസെന്റ് ഡൊനോഫ്രിയുടെ ക്യാരക്ടർ, കിങ് പിൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ആക്ച്വലി ആ ക്യാരക്ടറുടെ പേര് കിങ് പിൻ എന്നല്ല, വിൽസൺ ഫിസ്ക് എന്നാണ്. പക്ഷേ കിങ് പിൻ എന്ന് പറഞ്ഞ കോമിക് ബുക്കിലെ വില്ലൻ ആണ് അത് അദ്ദേഹം പോർട്രേ ചെയ്തേക്കുന്നത്. കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ, എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും വളരെ നല്ല രീതിയിൽ ജസ്റ്റിഫൈഡ് ആണ്. പിന്നെ പ്രധാനമായിട്ട് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് സൈഡ് റോൾസിൽ വന്ന് ആക്ട് ചെയ്തേക്കുന്ന ഒരു വളരെ നല്ലതാണ്. പർട്ടിക്കുലർലി ഒരു ജേർണലിസ്റ്റായിട്ട് ആക്ട് ചെയ്തൊരു ആക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വോണ്ടി കേർട്ടിസ് ഹോൾ എന്ന് പറയുന്നൊരു ആക്ടറാണ്. ബെൻ യൂറിക് എന്ന് പറയുന്നൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായിട്ട് ആക്ട് ചെയ്ത ആളാണ്. ആ പെർട്ടിക്കുലർ ക്യാരക്ടർ വളരെ നല്ലതാണ്. ആ ഒരു ക്യാരക്ടറിന് ഒത്തിരി ഡെപ്ത് ഒന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ നല്ല രീതിയിൽ ആ ക്യാരക്ടറിനെ നമുക്ക് അറ്റാച്ച്ഡ് ആവുന്നുണ്ട് ആ ക്യാരക്ടറായിട്ട്. പക്ഷെ ആ ക്യാരക്ടർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സൈഡിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സിന് അത്രയും ഇമ്പാക്റ്റ് വരുന്നത് ശരിക്കും അപ്രീഷിയേറ്റ് ആണ്. വെൽ റിട്ടൺ ആണ്, അതുപോലെ വെൽ ആക്റ്റഡ് ആണ്. പിന്നെ ഈവൻ വില്ലൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളിയുണ്ട്. ആ പുള്ളിയാണെങ്കിലും വളരെ നല്ല രീതിയിൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയെ. അപ്പോൾ ഈ ഫസ്റ്റ് സീസൺ ബേസിക്കലി കിങ് പിനും ഡെയർ ഡെവിളും തമ്മിലുള്ളൊരു ക്ലാഷാണ്. ഡെയർ ഡെവിളിന് അദ്ദേഹം താമസിക്കുന്ന സ്ഥലം ഹെൽസ് കിച്ചൺ എന്ന് പറയുന്നത് ന്യൂയോർക്കിലെ ഒരു ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരുപാട് ക്രൈമും തിന്മയും തെറ്റുകളും ക്രിമിനൽസും ഒക്കെ ഉള്ള സ്ഥലമാണ്. അത് നല്ല രീതിയിലാക്കണമെന്നാണ് ആഗ്രഹം. ഈ കിങ് പിന്നും അത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ രണ്ടുപേരും എടുക്കുന്ന മെത്തേഡ്സ് വളരെ വ്യത്യസ്തമാണ്. കിങ് പിൻ വളരെ ബ്രൂട്ടലായിട്ടും ക്രൂവലായിട്ടും ഉള്ള മെത്തേഡ്സ് എടുക്കും. ഡെയർ ഡെവിളും അങ്ങനെ എടുക്കുമെങ്കിലും ഒരു ബേസിക് മൊറാലിറ്റി വിട്ടിട്ടുള്ള ഡെയർ ഡെവിൾ പോകത്തില്ല, ബിക്കോസ് ഹീസ് എ സൂപ്പർ ഹീറോ. പക്ഷേ കിങ് പിൻ അങ്ങനെയല്ല. ഹീ വിൽ ക്രോസ് ദ ലൈൻസ് ദാറ്റ് നല്ല നന്മയുള്ള ആൾക്കാർ ക്രോസ് ചെയ്യാത്ത ലൈൻസ് അദ്ദേഹം ക്രോസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഒത്തിരി ഇതിനെപ്പറ്റി പറയുന്നില്ല. ഈ സീരീസ് എന്തായാലും കണ്ടു നോക്കണം. വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഓവറോൾ ഈ സീരീസിന് എങ്ങനെ പോയാലും നമുക്കൊരു ഇംപ്രഷൻ തരാൻ പറ്റുന്ന സീരീസാണ്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. 10 years പഴയതാണെങ്കിലും വളരെ വർത്താണ്. 3 സീസണേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് വളരെ റീസെൻ്റായിട്ട് ഡെയർ ഡെവിൾ ബോൺ അഗെയിൻ എന്ന് പറഞ്ഞൊരു 4ാമത്തെ സീസണും കൂടി ഇപ്പോൾ റിലീസാകുന്നുണ്ട്. അപ്പോൾ അതും ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ, അത് ഞാൻ കണ്ടിട്ടില്ല, അത് അതിൻ്റെ റിവ്യൂ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓരോ സീസണിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഇടും. ഹോപ്പ്ഫുള്ളി എവരി വൺ ക്യാൻ വാച്ച് ഇറ്റ്. നല്ല ഒരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.